Hi everyone, this is Vebin Savior. iOS 26ന്റെ പബ്ലിക് ബെറ്റ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചാടി കയറി ഈ ഒരു അപ്ഡേഷൻ ചെയ്യുന്ന തൊട്ട് മുമ്പ് കുറച്ച് സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളുടെ പ്രൈമറി ഫോണിൽ ഈ പറഞ്ഞ അപ്ഡേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ ഡിസ്പ്ലേ അടിച്ചു പോകാം, ഓവർ ഹീറ്റ് ആവാം, ബാറ്ററി നല്ല രീതിക്ക് ഡ്രെയിൻ ആവാം ആൻഡ് ഫോൺ നല്ല രീതിക്ക് തന്നെ ശോകമാവാം. പക്ഷേ ഇങ്ങനെ ചെയ്താൽ ആപ്പിളോ സർവീസ് സെൻറ്ററോ യാതൊരു രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങളോട് കാണിക്കില്ല. കാരണം ആപ്പിൾ ഒരിക്കലും ഈ പറഞ്ഞ ബേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ ഫീച്ചേഴ്സ് ട്രൈ ചെയ്യാൻ എനിക്കും ഉണ്ടാകും താല്പര്യം, അതുപോലെ നിങ്ങൾക്കും ഉണ്ടാകും താല്പര്യം. നിങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ പറയില്ല. അതിനു മുമ്പ് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ, ആപ്പിളിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആപ്പിളിൻ്റെ ടിപ്സും ട്രിക്സും ഇതേപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാൻ നമ്മുടെ ചാനലിൽ പറഞ്ഞു തരിക. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് വെബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന അപ്ഡേഷൻ നിങ്ങളുടെ ഫോണിൽ അപ്ഡേറ്റ് ചെയ്യാമോ വേണ്ടയോ? നിങ്ങൾക്ക് ഒരു പ്രൈമറി ഫോണുള്ളൂ, ഒരേ ഒരു ഫോൺ ഉണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഈ ഒരു അപ്ഡേഷൻ ചെയ്യരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേ അടിച്ചു പോവുക, ബാറ്ററി നല്ല രീതിക്ക് ഡ്രെയിൻ ആവുക, ഓവർ ഹീറ്റ് വരിക, അതേപോലെ പെർഫോമൻസ് നല്ല രീതിക്ക് കുറയുക, ആപ്ലിക്കേഷൻസ് വർക്കാവാതിരിക്കുക, ആപ്പ് ക്രാഷ് ആവുക, ബഗ് വരിക, ഈ പറഞ്ഞ 7 കാര്യങ്ങളല്ല, ലിസ്റ്റ് കണക്കിനാണ് കൂടുതലും പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, പ്രൈമറി ഫോൺ ആണെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ അപ്ഡേഷൻ ചെയ്യരുത്. ഒരു 3-4 അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ ഒരു 3-4 മാസം വെയിറ്റ് ചെയ്താൽ മതി. 3 മാസം പോലും വേണ്ട. ഇപ്പൊ ജൂലൈ തീരാറായി, ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ 2 മാസം തികച്ചേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒഫീഷ്യൽ അപ്ഡേഷൻ കിട്ടും. സോ അതാ ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ആ ഒരു ടൈം ഫ്രെയിം ഒന്ന് പിടിച്ചു വെക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു പുതിയ അപ്ഡേഷൻ യൂസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒന്ന് സബ്സൈഡ് ചെയ്ത് വെക്കുക. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നാലും ആപ്പിള് സർവീസ് ചെയ്ത് തരില്ല ഫ്രീ ആയിട്ട്. ആപ്പിൾ കെയർ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കാൻ പറ്റും. ഡിസ്പ്ലേ പോയിക്കാൻ 37,000 രൂപ, 30,000 രൂപ ഡിം, ബാറ്ററി പോയിക്കാൻ 25,000 ഡിം, ഫോൺ വല്ല കംപ്ലൈൻറ്റ് പറ്റിയാലും ഇതേപോലെ ഡിം ഡിം ഡിം. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു സെക്കൻഡറി ഫോൺ ഉണ്ട്. ഇപ്പോൾ നമ്മളെ കാര്യം ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഫോൺ പ്രൈമറി ഫോണിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്, നമുക്ക് വേറെ മാർഗമില്ല. എൻ്റെ പ്രൈമറി ഫോണിൽ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് വീഡിയോ ഇടണം, എൻ്റെ കോണ്ടന്റ് ഇടണം, എനിക്ക് ചെയ്യേണ്ട പ്രവൃത്തി ഇതായതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ഞാൻ ചെയ്യില്ല. എൻ്റെ ഒരു അറിവുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു പണി അല്ലെങ്കിൽ ഒരു കാര്യം കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ദൈവത്തോടത്ത് മക്കളെ പ്രൈമറി ഫോണിൽ അപ്ഡേറ്റ് ചെയ്യരുത്. സെക്കൻഡറി ഫോൺ ഉണ്ട്, നിങ്ങൾക്ക് പ്രൈമറി ആയിട്ട് വാട്സാപ്പ് യൂസ് ചെയ്യാം, അതേപോലെ നിങ്ങളുടെ ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാം യൂസ് ചെയ്യുന്ന ഒരു പ്രൈമറി ഫോൺ ഉണ്ട്. നിങ്ങളുടെ പേഴ്സണലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ. ഒരു സെക്കൻഡറി ഫോൺ ഉണ്ട്, ഒരു പഴയ ഫോൺ, നിങ്ങൾ അതിൽ അപ്ഡേറ്റ് ചെയ്തു. iOS 26 നമ്മുടെ ഐഫോൺ 11 തൊട്ടുണ്ട്, SE-യുടെ സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ തൊട്ടുണ്ട്. തേർഡ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, നിങ്ങളത് നിങ്ങൾക്ക് സെക്കൻഡറി ഫോണിൽ യൂസ് ചെയ്തു, പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. പ്രൈമറി ഫോണിൽ അപ്ഡേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈമറി ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെയിലി ആക്ടിവിറ്റി നല്ല രീതിക്ക് കുളവാകും. ഇപ്പോൾ എൻ്റെ സെക്കൻഡറി ഫോണിൽ ഞാൻ iOS 26 അപ്ഡേറ്റ് ചെയ്തപ്പോൾ എൻ്റെ പല ആപ്സുകളും ഫോൾഡറിൽ കാണുന്നില്ല. നമ്മൾ ഫോൾഡർ ചെയ്ത് വെക്കുന്നത് എന്താ, നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ, പക്ഷെ ആ ആപ്ലിക്കേഷൻ കാണുന്നില്ല. അതേപോലെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു ഫ്ലോ കിട്ടില്ല, നിങ്ങളുടെ ആപ്പ് ക്രാഷായി പോകും. കാരണം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ക്രാഷായി പോകും, ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റക്കായി പോകും, അതേപോലെ ബാറ്ററി ഡ്രെയിൻ ആയി പോകും, നല്ല രീതിക്ക് ചിലപ്പോൾ ചൂടാവും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഞാൻ ഒരിക്കലും കൺസെൻറ്റ് അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു, കുഴപ്പമില്ല. പ്രൈമറി ഫോണിലും നിങ്ങൾക്ക് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കേൾക്കുക, അതെൻ്റെ ഇഷ്ടമല്ല, നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു സെക്കൻഡറി ഫോണിൽ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക, പ്രൈമറി ഫോണിൽ അപ്ഡേറ്റ് ചെയ്യരുത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ എപ്പോൾ ഈ പറഞ്ഞ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യുന്നു അപ്പോൾ ഒരു ബാക്കപ്പ് എടുത്ത് വെക്കുക. ഓവർ ദ ക്ലൗഡ് നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് iCloud യൂസ് ചെയ്യാം, അതേപോലെ ഈ പറഞ്ഞ ഗൂഗിളിലൊക്കെ ഫോട്ടോസും
കോണ്ടാക്ട്സ് ഒക്കെ നിങ്ങൾക്ക് സിങ്ക് ചെയ്യാൻ ഗൂഗിളിൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ബാക്കപ്പ് ചെയ്തിടാം. അല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാശ് കൊടുത്തൊരു പരിപാടിയും വേണ്ട, ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിലേക്കാണെങ്കിലും ജസ്റ്റ് ഒന്ന് ബാക്കപ്പ് ചെയ്തിടുക. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതേപോലെ നമ്മുടെ ഫോൺ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോൾ ഈ പറഞ്ഞ ബാക്കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് റിട്രീവ് ചെയ്തെടുക്കാം. അതാണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, എപ്പോഴും ഒരു ബാക്കപ്പ് ചെയ്യുക. ഫോട്ടോസ് ആയിക്കോട്ടെ, കോണ്ടാക്ട്സ് ആയിക്കോട്ടെ. കോണ്ടാക്ട്സ് ഒക്കെ നമുക്ക് ഗൂഗിളിൽ സിങ്ക് ചെയ്യാം, ഫോട്ടോസ് നമുക്ക് ഗൂഗിൾക്ക് സിങ്ക് ചെയ്യാം, ഐക്ലൗഡിൽ നമുക്ക് സിങ്ക് ചെയ്യാം, വാട്സപ്പ് ചാറ്റും ബാക്കി കാര്യങ്ങളും ഡെയിലിയോ വീക്കിലിയോ നമുക്ക് സിങ്ക് ചെയ്യാം. ഈ പറയുന്ന ചില ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട പ്രൈമറി ആയ ഡോക്യുമെന്റ്സ് ഇതൊക്കെ നമ്മുടെ ഇത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റിട്രീവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത്. മാക്കിലോ ഈ പറഞ്ഞ വിൻഡോസിലോ നിങ്ങൾക്ക് ഐട്യൂൺസ് യൂസ് ചെയ്തുകൊണ്ട് ബാക്കപ്പ് ചെയ്യാം, എൻഡ് ടു എൻഡ് ആയിട്ടുള്ള എൻക്രിപ്ഷനോടെ തന്നെ. അതുകൊണ്ട് ആപ്പിളിന് പോലും അത് എന്താ പറയുക, ആപ്പിളിന് പോലും ഈ പറയുന്ന കാര്യം യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സേഫ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ബാക്കപ്പാണ്. ഈ 3 ക്രൈറ്റീരിയ നിങ്ങൾ ചെയ്യുക. ഇനി 4ാമത്തെ ക്രൈറ്റീരിയ, എങ്ങനെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ആപ്പിളിന് തന്നെ ഒഫീഷ്യലായിട്ട് ഡെവലപ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ബെയ്റ്റയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ അപ്ഡേഷൻ്റെ ഇൻസ്റ്റലേഷൻ പ്രൊഫൈല് നമ്മുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ പുതിയ ബെയ്റ്റാസും നമ്മുടെ സെറ്റിങ്സിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും. അതൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അപ്ഡേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബെയ്റ്റ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോയുടെ ലിങ്ക് താഴത്ത് കൊടുക്കാം. ഈ ഒരു വീഡിയോയിലും ഞാനത് പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായത് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താലാണ് നമുക്ക് ബെയ്റ്റ പ്രൊഫൈൽ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ആപ്പിളും പറയുന്നുണ്ട് മേക്ക് ഷുവർ ടേക്ക് എ ബാക്കപ്പ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ 4 ക്രൈറ്റീരിയ നിങ്ങൾ മര്യാദക്ക് ഫോളോ ചെയ്താൽ നമ്മുടെ ഫോണിൽ വലിയ പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് ഒന്ന് എന്താ പറയുക കരക്കയറാനായിട്ട് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പം ഡിസ്പ്ലേ പോയാലും ബാക്കപ്പ് ചെയ്യാൻ നമുക്ക് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞ മനസ്സിലാവും. ഇനി ബാറ്ററി ഡ്രെയിൻ ആയാലും പ്രൈമറി ഫോണിലല്ലോ സെക്കൻഡറി ഫോണിലാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കാനും ഒരു കാര്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. iOS-ൻ്റെ ആയാലും വേറെ ഏത് ഡിവൈസിൻ്റെ ആയാലും, ഈ പറഞ്ഞ മാക്കിൻ്റെ ആയിക്കോട്ടെ വാച്ചിൻ്റെ ആയിക്കോട്ടെ, നിങ്ങൾ ബെയ്റ്റ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ബാക്കപ്പും ബാക്കി കാര്യങ്ങളും എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക. iOS 26 നല്ല രീതിയിലുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് ആണ് ഈ പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് തരുന്ന. ആസ് എ പേഴ്സണൽ യൂസർ എനിക്ക് iOS 26 നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വേണമെങ്കിൽ ഒരു കുറച്ച് ഫീച്ചേഴ്സിൻ്റെ ഒക്കെ വീഡിയോ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങൾ വേണമെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലർ ആയിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമില്ല, നിങ്ങളൊന്നും ചെയ്യും, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ട്വിറ്ററിൽ കൂടെ എല്ലാ സോഷ്യൽ മീഡിയയിലും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് ജെബിൻ സേവിയ സൈനിങ് ഫ്രം എവിക്ക.